ഹായ് ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് RRBJയുടെ 2018 എക്സാമിൻ്റെ ഒരു അനാലിസിസ് ആണ്. ഞാൻ എന്തിനാണ് ഇങ്ങനെ ഒരു അനാലിസിസ് നടത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ എക്സാമുമായി ബന്ധപ്പെട്ട് വരാനിരിക്കുന്ന RRBJ എക്സാമുമായി ബന്ധപ്പെട്ടൊരു റെഫറൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാവുന്നത് 2018 RRBJ എക്സാമാണ്. പക്ഷേ ഞാൻ പറയുന്നു RRBJ 2018 നടന്നതിൽ നിങ്ങൾ സ്വാഭാവികമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 2018 ഈ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത് ഡിസംബറിലാണ്. അതായത് 2019 എന്ത് ചെയ്യുന്നത് ഈ ഒരു RRBJയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2019 മുതലുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത് എന്താണ്, കൊറോണയുടെ ഒരു എഫക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ടൈം കൂടിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ 2019 എക്സാം നടന്നു, അതിൻ്റെ ടയർ 1 ടയർ 2 എക്സാം നടന്നു. 2020 അതിൻ്റെ ഫൈനൽ റിസൾട്ടൊക്കെ വരുമ്പോഴേക്ക് എന്തായി, കൊറോണ അതിൻ്റെ എക്സ്ട്രീം ലെവലിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അല്ലേ. അതുകൊണ്ട് തന്നെ 2020 എന്ത് ചെയ്തിട്ടുണ്ട്, പോസ്റ്റിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ ചില ഡിലേ ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു കംപ്ലീറ്റ് റെഫറൻസ് ആയിട്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. എന്നാലും ടയർ 1 എക്സാമിനേഷൻ, ടയർ 2 എക്സാമിനേഷൻ, നോട്ടിഫിക്കേഷൻ കഴിഞ്ഞിട്ട് എക്സാമിലേക്ക് എത്ര ഡേറ്റ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, ഒരു ക്ലാരിറ്റി കിട്ടാനാണ് ഞാൻ ഈ ഒരു 2018 നോട്ടിഫിക്കേഷൻ്റെ ഒരു അനാലിസിസ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വരാം. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ 2018 RRBJയുടെ നോട്ടിഫിക്കേഷൻ വന്ന ഡേറ്റ് എന്ന് പറയുന്നത് ഡിസംബർ 29 എന്ത് ചെയ്തിട്ടുള്ളത്, നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. എന്നിട്ട് CBT 1 എക്സാം നോട്ടിഫിക്കേഷൻ ഫെബ്രുവരി 2 വരെ നോട്ടിഫിക്കേഷൻ്റെ ഡേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതേപോലെ CBT 1 എക്സാം നടന്നത് 22/5 മുതൽ 2/6 വരെ, മെയ് മുതൽ ജൂൺ വരെയുള്ള സമയങ്ങളിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ജൂൺ 2 വരെയുള്ള സമയങ്ങളിലാണ് CBT 1 എക്സാമിനേഷൻ നടന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ നോട്ടിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത് 29/12 ആണെങ്കിലും ഫെബ്രുവരി 2 വരെ ആയിരുന്നു ലാസ്റ്റ് ഡേറ്റ് കേട്ടോ. ഫെബ്രുവരി 2 ആയിരുന്നു ലാസ്റ്റ് ഡേറ്റ്. അതായത് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഫെബ്രുവരി 2 ആയിരുന്നു. അപ്പോൾ നോക്കിക്കോളൂ, നമ്മുടെ കയ്യിൽ എത്ര സമയം കിട്ടിയിട്ടുണ്ട് ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ നോക്കിക്കോളൂ. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസങ്ങൾ, 3 മാസമാണ് നിങ്ങൾക്ക് അവിടെ വന്നിട്ടുള്ളത് അല്ലേ. അതൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചറാണ് നമുക്ക് നൽകുന്നത്. ഈ നോട്ടിഫിക്കേഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഔട്ട്കംസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഔട്ട്കം എന്ന് പറയുന്നത്, ഈ എക്സാമുകൾക്കിടയിൽ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷനും എക്സാമിനിടയ്ക്ക് വന്നിരിക്കുന്ന CBT 1 വന്നിരിക്കുന്ന ഗ്യാപ്പ് എന്ന് പറയുന്നത് 3 മന്ത് ആണ്. ഓക്കെ, 3 മന്ത് ഗ്യാപ്പാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തത്. അത് ഇത്തവണയും അങ്ങനെ തന്നെ ആവാനാണ് സാധ്യത. 3 മന്തിലൊന്നും കൂടാൻ സാധ്യത ഒരിക്കലുമില്ല. കാരണം ഓൾറെഡി ഈ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷനും അതേപോലെ കാര്യങ്ങളൊക്കെ ഡിലേ ആയതുകൊണ്ട് തന്നെ ഓഫ് കോഴ്സ് അതിൽ കൂടാനുള്ള ഒരു സാധ്യതയില്ല. 3 മാസത്തിൽ കുറയാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. ഓക്കെ, അതിൻ്റെ ഒരു എന്താ പറയുക അനുമാനമായിട്ട് നിങ്ങൾ കണ്ടാൽ മതി. ഇനി CBT 1 റിസൾട്ട് വന്നിട്ടുള്ളത് 13/8 എന്ത് ചെയ്തിട്ടുള്ളത്, റിസൾട്ട് വന്നിട്ടുള്ളത് 13/8. നിങ്ങൾ നോക്കണം, റിസൾട്ട് വന്നിട്ട്, അതായത് ചില ആളുകളൊക്കെ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, CBT 1 പഠിച്ചതിന് ശേഷം CBT 1 ക്വാളിഫൈ ചെയ്താൽ മാത്രം CBT 2 പഠിച്ചാൽ പോരെയെന്ന്. ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. കാരണം CBT 1 റിസൾട്ട് വന്ന് വിത്തിൻ 15 ഡേയ്സ് എന്ത് ചെയ്യാണ്, CBT 2 എക്സാം സ്റ്റാർട്ട് ചെയ്തു എന്നാണ്. അതായത് അതിൽ മറ്റൊരു കാര്യം, CBT 1 എക്സാം കഴിഞ്ഞത് എവിടെയാണ് അത് നോക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അല്ലേ. കാരണം നമ്മൾ ആരും CBT 2 റിസൾട്ട് വെയിറ്റ് ചെയ്ത് പഠിക്കുന്ന ആളുകളായിരിക്കില്ല. നമ്മളൊക്കെ കോൺഫിഡൻ്റ് ആയിട്ട് നമ്മൾ CBT 2 വേണ്ടി നേരത്തെ പ്രിപ്പറേഷൻ തുടങ്ങും. അങ്ങനെ തുടങ്ങുകയാണെങ്കിലും ജൂണിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ജൂൺ 2 എക്സാമിൻ്റെ CBT 1 എക്സാം കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ജൂൺ, ജൂലൈ മാസങ്ങൾ മാത്രം, 2 മാസം മാത്രമാണ് എന്ത് ചെയ്യുന്നത്, CBT 2 ഇടയിലേക്ക് വരുന്നത് എന്നുള്ളതാണ് അല്ലേ. അതായത് ജസ്റ്റ് 2 മാസമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ജൂണും ജൂലൈയും. ഓഗസ്റ്റ് 28 ആയതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് 3 തന്നെ പറയാം, അപ്രോക്സിമേറ്റ്ലി 3 തന്നെ പറയാം, 3 തന്നെ പറയാം. സോ അവിടെ നമുക്കൊരു 3 മന്ത് ഗ്യാപ്പ് മാത്രമേ കിട്ടുന്നുള്ളൂ അല്ലേ. അതായത് CBT 2 എക്സാമിലേക്ക് നമുക്ക് കിട്ടുന്നതും 3 മന്തിൻ്റെ അടുത്ത്, 3 മന്ത് ലെസ് ദാൻ 3 മന്ത് ആണ്, ഒരു 80 to 85 ഡേയ്സ് ആണ് ആ ഒരു ഗ്യാപ്പായിട്ട് വരുന്നത് കേട്ടോ. ഇവിടെ അങ്ങനെ തന്നെ. സോ ആ 2 എക്സാമുകൾ, ഇത് ശരിക്കും ഒരു റെഫറൻസ് ആയിട്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. അതായത് നോട്ടിഫിക്കേഷന് ശേഷം ഒരു 3 മന്തും അതേപോലെ തന്നെ CBT 1 ശേഷം ഒരു 3 മന്ത് ആയിരിക്കും CBT 2 വരാൻ പോകുന്നത്. സോ ഇത് തന്നെയായിരിക്കും ഇത്തവണ നടക്കാനുള്ള ഒരു സാധ്യത. ഇതിൽ കൂടുതൽ സമയം കിട്ടാനുള്ള ഒരു സാധ്യതയില്ല. കാരണം ഓൾറെഡി ഞാൻ പറഞ്ഞു, നോട്ടിഫിക്കേഷൻ വൈകിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ആ ഒരു റെഫറൻസ് കിട്ടിയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് ഞാനിതൊക്കെ പറയുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്താ, ഞാൻ എന്തിനാണ് 2018 അനാലിസിസുമായിട്ട് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഇനിയും പഠിച്ചു തുടങ്ങാൻ
തുടങ്ങാത്ത ആളുകളുണ്ട്, നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാമെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, നോട്ടിഫിക്കേഷനൊക്കെ ശേഷം ഇഷ്ടം പോലെ ഇഷ്ടം പോലെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. 3 മാസം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് അത്രയും എഫേർട്ട് എടുത്താലേ നിങ്ങൾക്ക് 3 മാസത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോഴേ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവുക തന്നെ ചെയ്യും. എൻട്രി ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, RRBGയുടെ വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഗോൾഡ് ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സസും അതേപോലെ തന്നെ റെക്കോർഡഡ് സെഷൻസും മെൻറ്റർഷിപ്പും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, RRBGയുടെ എൻട്രിയുടെ RRBGI കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. നോൺ ടെക്നിക്കലും ടെക്നിക്കലും മികച്ച അധ്യാപകരുടെ ക്ലാസ്സസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം. CBT 2 റിസൾട്ട് വന്നത് എന്ത് ചെയ്തിട്ടുണ്ട്, 10 ഒക്ടോബറിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, റിസൾട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ദെൻ ആ ഒക്ടോബറിൽ റിസൾട്ട് വന്നതിന് ശേഷം മെഡിക്കലും വെരിഫിക്കേഷനും ഒക്കെ കഴിഞ്ഞതിന് ശേഷം റിസൾട്ട് കഴിഞ്ഞ് പോസ്റ്റിങ്ങിലേക്ക് വരുമ്പോൾ ഏകദേശം ഒക്ടോബർ 2020 ആയിരിക്കുന്നത്. ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഇങ്ങനെ സംഭവിക്കില്ല കേട്ടോ. അതായത് ഇനി വരാൻ ഞാൻ നിങ്ങളടുത്തൊക്കെ പറയാറുണ്ട് 1 ഇയറിനുള്ളിൽ നിങ്ങൾക്ക് പോസ്റ്റിംഗ് ഒക്കെ ലഭിക്കാൻ പോകുന്ന ഒരു പോസ്റ്റാണ് RRBG എന്ന് ഞാൻ മറ്റു പല വീഡിയോസുകളിൽ നിങ്ങളെടുത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടല്ലേ. പക്ഷേ നിങ്ങൾ ആലോചിക്കേണ്ടത് ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഇത് 2020ൻ്റെ പ്രത്യേകത അതൊരു കൊറോണയുടെ സമയമായതുകൊണ്ടാണ് എന്ത് ചെയ്തിട്ട് എല്ലാ സർവീസും നിന്ന് പോയപ്പോൾ റെയിൽവേ സർവീസ് ആ സമയത്ത് എന്തായിരുന്നു, ഫ്രീസ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് സമയം ഡിലേ ആയതിനു ശേഷം ഒരുപാട് പിരിമുറുക്കങ്ങളിലൂടെയാണ് RRBGI ആസ്പിരൻസ് ആ സമയത്ത് കടന്നു പോയിട്ടുള്ളത്. സോ 2020ലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, RRBGIയുടെ പോസ്റ്റിങ്ങൾ, അതായത് 2020 ഒക്ടോബർ ഒക്കെ ആയ സമയത്താണ്. ചില ആളുകൾക്ക് ചില റീജിയനിലൊക്കെ ഇതിന് മുന്നേ വന്നിട്ടുണ്ട്. എന്നാലും നല്ലൊരു ഡിലേ എന്ത് ചെയ്തിട്ടുണ്ട്, പോസ്റ്റിങ്ങിൻ്റെ കാര്യത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം, അല്ലെങ്കിൽ നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് നോട്ടിഫിക്കേഷന് ശേഷം എക്സാമുമായി ബന്ധപ്പെട്ട് എത്രത്തോളം സമയം കിട്ടുന്നുള്ളതാണ്. നോട്ടിഫിക്കേഷൻ വന്ന് ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ കംപ്ലീറ്റ് പ്രോസസ്സുകൾ കഴിയാനുള്ള സാധ്യതയുണ്ട്. അതായത് നിങ്ങൾക്ക് നെക്സ്റ്റ് ഫെബ്രുവരി മാർച്ച് ഒക്കെ ആകുന്ന സമയത്ത് തന്നെ എക്സാംസുകളൊക്കെ കഴിഞ്ഞ് അതിനുശേഷം ഒരു ഏപ്രിൽ മെയ് ഒക്കെ ആകുന്ന സമയത്ത് വെരിഫിക്കേഷൻ കഴിഞ്ഞ് ജൂണിൽ തന്നെ പോസ്റ്റിംഗ് ലഭിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. സോ ആ സാധ്യതകളെ പരമാവധി ഉപയോഗപ്പെടുത്തണമെങ്കിൽ നേരത്തെ തുടങ്ങുക തന്നെയാണുള്ളത്. അതായത് ഞാൻ പുറത്തുള്ള പല ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എനിക്ക് അവസരം കിട്ടിയ സമയത്ത് നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ആയിട്ടുള്ള ആളുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർ എക്സാമിന് വളരെ നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു പ്രകൃതക്കാരാണ്. ആ ഒരു ഹാബിറ്റ് അവർ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ മലയാളികളുടെ ട്രെൻഡ് എന്ന് പറയുന്നത് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. നിങ്ങൾ ആ ട്രെൻഡ് മാറ്റിമറിക്കണം. മികച്ചൊരു റെവല്യൂഷൻ തന്നെ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, വരാനിരിക്കുന്ന RRBGI എക്സാമിനേഷനിൽ നമുക്ക് കൊണ്ടുവരണം. അതിനുവേണ്ടി സിൻസിയറായിട്ട് പഠിക്കാൻ, നല്ല വിജയങ്ങൾ കരസ്ഥമാക്കുക. അത് എൻട്രിയുടെ ഏറ്റവും മികച്ച അധ്യാപകരോടൊപ്പം നിങ്ങൾക്ക് ലൈവായിട്ട് ഇരുന്നുകൊണ്ട് പഠിക്കാം. മികച്ച വിജയത്തിന് വേണ്ടി എൻട്രി തന്നെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു ഫോർ ലിസണിങ്. ഹാവ് എ നൈസ് ഡേ.